പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് കുറച്ച് ചിപ്പിക്കൂണ് കിട്ടിയിട്ടുണ്ട്, അധികമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ചിപ്പിക്കൂണിൻ്റെ കൃഷി. നമുക്ക് ഓൺലൈനിൽ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടും. ചിപ്പിക്കൂണ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് ഒരു കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് വൈക്കോലും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ വിത്തും പാകിയിട്ട് വെള്ളം തളിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തെളിഞ്ഞ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ചിപ്പിക്കൂണിൻ്റെ മുകുളങ്ങൾ വരാൻ തുടങ്ങുന്നത് കാണും. അപ്പോൾ നമ്മൾ ആ മുകുളങ്ങൾ വരുന്ന സ്ഥലത്ത് നമ്മൾ കീറി കൊടുക്കുക. അങ്ങനെ കീറി കൊടുത്താൽ ആ ഒരു കീറിയ സ്ഥലത്തിലൂടെ പുറത്തേക്ക് ഈ ചിപ്പിക്കൂണ് വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ചിപ്പിക്കൂണിൻ്റെ ഒരു കവറിലെ വിളവെടുപ്പാണ്. അപ്പോൾ ആ ഒരു കവറിലെ വിളവെടുപ്പ് ഉണ്ടായ ശേഷം അതിലെ ചിപ്പിക്കൂൺ എടുത്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട്, എന്നാൽ അധികം ചെറുതാക്കിയിട്ടുമില്ല. ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ശേഷം നമുക്കിതൊരു ഫ്രൈ പാനിലേക്ക് മാറ്റാം. വെള്ളത്തോടെ തന്നെ ഫ്രൈ പാനിലേക്ക് മാറ്റാം. വെള്ളമൊക്കെ അതിൽ ആയിട്ടുണ്ടാവും. ശേഷം വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചുറ്റിച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ ഒരു ചിപ്പിക്കൂൺ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റു മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചികരമായ ഒരു വിഭവം തന്നെയാണ് ഈ ചിപ്പിക്കൂൺ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.